എല്ലാവർക്കും മജീസ് ഇതിലേക്ക് സ്വാഗതം. പിന്നെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് കന്നിമാസത്തിൽ തൃക്കേട്ട എൻ്റെ ഉണ്ണിയുടെ പിറന്നാളാണ്. അപ്പോൾ എല്ലാ വർഷം നമ്മൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ട്, അന്നദാനം ചെയ്യാറുണ്ട്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെയും ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ വീട്ടിലെ നമ്മുടെ കാര്യസ്ഥൻ പ്രതിഭേട്ടൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരനാണ്, ആളുടെ വീട് വാർക്കലും കൂടിയാണ്. അപ്പോൾ പ്രതിഭേട്ടൻ്റെ വീട് വാർക്കൽ പ്രമാണിച്ച് ഞങ്ങൾ ഇന്നലെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കാൻ പോയി ചന്ദ്രാപിന്നി കോട്ടയ്ക്കിൽ നിന്ന് പോയിട്ട് സെറ്റൊക്കെ വാങ്ങിച്ചു. പിന്നെ അതുകൂടാതെ പിന്നെ നമ്മൾ വേറൊരു കാര്യം പറയാൻ മറന്നിട്ട് ഞാൻ, നമ്മുടെ ഒക്ടോബർ 19 അതായത് നമ്മുടെ ദീപാവലിയുടെ തലേ ദിവസം SSL സീസൺ 6 അല്ലേ 6 ആണ്. കാളിക്കുട്ടനോട് ഡൗട്ട് ചോദിച്ചത്, കാളിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 6ന്റെ ഫൈനൽ എന്ന് പറഞ്ഞാൽ അന്നാണ് നമ്മുടെ ലീഗ്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ എന്നും പ്രാക്ടീസാണ്, രാവിലെ തൊട്ട് രാത്രി വരെ പണികളും കാര്യങ്ങളും ഉണ്ണിയാണ്, ജോലിയും കാര്യങ്ങളും, രാത്രി പ്രാക്ടീസ്. നല്ല രസമാണ്, എല്ലാവരും കൂടി ഒത്തുകൂടെ രസമല്ലേ. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ പ്രാക്ടീസിന് പോയപ്പോൾ ഒരു പണി ഒപ്പിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാം കേട്ടാ. Happy birthday to you. Happy birthday to you. Happy birthday. അത് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ കൊടുത്തു. ഉണ്ണിയേട്ടൻ മാത്രം അറിഞ്ഞില്ല, എല്ലാവരും അറിഞ്ഞു. ഗണേശ മാമിക്ക് മരുന്ന് വാങ്ങിക്കാൻ വന്നിട്ട് അപ്പൊ എന്തായാലും ആഘോഷം. Happy birthday to you. Happy birthday to you. Happy birthday dear Manja. Happy birthday to you. പിന്നെ അപ്പം അങ്ങനെ സർപ്രൈസ് ഉണ്ണിയേട്ടന് കൊടുത്തു. അപ്പം നോക്കിയപ്പോൾ എന്താ പറയുക, ജിത്തുവാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ജിത്തുന്ന് ഞാൻ വിട്ടു, മാമിക്ക് ഗണേശ മാമിക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ട്, നീ ഒന്ന് പോടാ. പക്ഷെ ഉണ്ണിയേട്ടനെ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിഞ്ഞു വിട്ടാ. കേക്കൊക്കെ മുറിച്ചു, രാത്രി 12 മണിക്ക് ശേഷം കേക്ക് മുറിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. എല്ലാ പ്രദേശമൊക്കെ ഉണ്ടായിരുന്നു, പ്രദേശവും അച്ഛനന്മാരും എല്ലാ കസിൻസും സീമി ഗീതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആശീർവാദത്തോടു കൂടി ഇന്നലെ കേക്ക് മുറിച്ചു. പിന്നെ അതുകൂടാതെ ഉണ്ണിയേട്ടന് സർപ്രൈസ് ഞാൻ കൊടുത്തുട്ടാ. ഞാൻ തീരെ അങ്ങനെ ഡ്രസ്സൊന്നും എടുത്ത് കൊടുക്കാറില്ല ഉണ്ണിയേട്ടന്, കാരണം ഉണ്ണിയേട്ടൻ്റെ സെലക്ഷൻ വേറെ, എൻ്റെ സെലക്ഷൻ വേറെ. അപ്പോൾ ഞാനൊരു എന്താ പറയുക, ഒരു ഷർട്ട് എടുത്തു കൊടുത്തു. ഇന്നലെ ഞാൻ ഷർട്ട് കടയിലേക്ക് പോയി. ഞാൻ സർപ്രൈസ് ആയിട്ട് ഷർട്ട് എടുക്കാൻ വന്നിക്കാണ്.
നാളെ എൻ്റെ പിറന്നാള്. അപ്പോൾ ചന്ദ്രാപ്പിനിയിലെ തന്നെ ലാൻഡ് 47 മിസ്റ്റർ ബ്യൂട്ടിക് എന്ന് പറഞ്ഞ ഒരു ഷർട്ട് കടയുണ്ട്. സെൻറ്ററിൽ തന്നെ, നമ്മുടെ ചന്ദ്രാപ്പിനി സെൻറ്ററിൽ തന്നെ അടിപൊളി കളക്ഷനാണ്. പുണ്യേട്ടനുള്ള ഷർട്ട് നമുക്ക് നോക്കാം. എനിക്കറിയില്ല കേട്ടോ ആളെ, ശരിക്കും പറഞ്ഞാൽ ആളുടെ സെലക്ഷനും എൻ്റെ സെലക്ഷനും രണ്ടും ഭയങ്കര വ്യത്യാസം. ഞാൻ അപൂർവമായിട്ടാണ് ആൾക്ക് ഡ്രസ്സ് കൊടുത്തിട്ടുള്ളൂ. കാരണം ആൾക്ക് പ്രത്യേക ആൾക്ക് ഡ്രസ്സിൻ്റെ കംഫർട്ടാണ് കൂടുതലായിട്ടും. മീൻസ് ഷർട്ടായാലും എന്ത് ഡ്രസ്സ് ആൾ ഇടുകയാണെങ്കിൽ അതിന് നല്ല തുണി, നല്ല മെറ്റീരിയൽ, അതാണ് ആൾ ആദ്യം നോക്കുക. ഭംഗീനായിട്ടും ഇത് നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ആൾ എപ്പോഴും ഇടാറ്. അപ്പോൾ എനിക്കിഷ്ടാവും, ഞാൻ എടുക്കുന്ന ഡ്രസ്സ് ആൾക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല, എന്നാലും എൻ്റെ ഒരു സമ്മാനമാണ്, സർപ്രൈസാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഫുൾ സ്ലീവാണ് ഷർട്ടാണ്. ഇപ്പോൾ കുറച്ച് തടി വെച്ച കാരണം ആള് 42 XL ആണ് സൈസ്, അത് എനിക്കറിയാം. തടി വെച്ച കാരണം വയറ് കുറച്ച് കാരണം ഇപ്പോൾ ഹാഫ് കൈ വേണ്ട, ഹാഫ് കൈ അടിപൊളിയൊക്കെ ഉണ്ട്. ഇവിടെ സൂപ്പറായിട്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് ഷർട്ടുകൾ ഞാൻ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഏത് സെലക്ട് ചെയ്യാമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ. അപ്പോൾ ഇതായിട്ട് എനിക്കിഷ്ടമായി. ഏത് സെലക്ട് ചെയ്യാമെന്ന് അറിയില്ല, എന്തായാലും ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നത്. എൻ്റെ പേര് അഞ്ജലി. താങ്ക് യു. എന്തായാലും നല്ല സപ്പോർട്ടായിരുന്ന ആള്, നന്നായിട്ട് ഷർട്ടുകളൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ താങ്ക് യു. എന്റെ സെലക്ഷൻ അല്ലാതെ പിന്നെ എങ്ങനെയുണ്ട്? മറ്റേ ടൈപ്പ് ആണോ? ഒറ്റയ്ക്ക് പോയിട്ട് എടുത്തതാ? ഒറ്റയ്ക്ക് പോയിട്ട് എടുത്തല്ലേ? മുണ്ട് ഈ കളറാണ് മുന്നേ ഇഷ്ടമായി ഗൈസ്, സമാധാനായി, ഭയങ്കര ഇഷ്ടമായി. ഇടാന്നൊക്കെ പറഞ്ഞു. ഈ സർപ്രൈസ് തന്നെയാണ് സെലക്ട് ചെയ്തതെന്ന്, പക്ഷെ ഞാൻ എന്നെ സെലക്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ എൻ്റെ ഈ സാരിക്ക് മാച്ചായിട്ടാണ് ഷർട്ട് എടുത്തത്. ഇത് ഓണത്തിന് ജോഷോപ്പ് തന്ന സാരി എന്നിട്ടാ. നല്ല സാരിയല്ലേ, അടിപൊളി സാരിയല്ലേ, സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഇപ്പോൾ തടി കുറഞ്ഞ കാരണം നമുക്ക് സന്തോഷമാണ് എല്ലാ ഡ്രസ്സ് ഇടാനും പിടിക്കാനൊക്കെ. എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ്, ഒരു കോൺഫിഡൻറ്റ് വന്നേക്കും. തടി കുറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട്? 6 കിലോ കുറഞ്ഞിട്ടോ ജിമ്മിൽ പോയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ പിറന്നാളും പിന്നെ പ്രതിഭയുടെ വീട് പാർക്കലും അത് കൂടാതെ ഡിങ്കൻസിൻ്റെ പഞ്ചായത്ത് മേളയുടെ സമാപനമുണ്ട്. ഞങ്ങളാണ് വിൻ ചെയ്തത്. ഡിങ്കൻസ് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ ഒരു എന്താ പറയുക കേരളോത്സവം നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 3ാമത്തെ ഹാട്രിക്കാണ് ഡിങ്കൻസ് വിൻ ചെയ്തു. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോക്ക് പോട്ടെ. ബാ. നമ്മൾ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടൊന്നുമല്ല, അത് കാറ്ററിംഗ് ആണെങ്കിൽ ഇളയതിൻ്റെ അവിടുന്ന് നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ചു. ഞാൻ ഓൾറെഡി നമ്മൾ ഫംഗ്ഷന് പോവല്ലേ, അപ്പോൾ അത് കാരണം ഉണ്ണിയേട്ടനെ പിന്നെ അമ്മായി ഉണ്ട്, സ്വർണ്ണീച്ചുണ്ട്. അപ്പോൾ ചെറിയൊരു പിറന്നാൾ സദ്യ ഉണ്ണിയേട്ടൊന്ന് പിറന്നാൾ ആഘോഷിക്കാൻ പോകട്ടെ ഞങ്ങൾ. അമ്മായിയെ നല്ല സന്തോഷം തന്നെ, മോന്റെ പിറന്നാളല്ലേ. അന്നദാനം ചെയ്യാറുണ്ട് എല്ലാ വർഷവും. ഈ വർഷം പറ്റിയില്ല, അതൊരു വിഷമം. എനിക്ക് സന്തോഷം, അവന്റെ പിറന്നാളിന് എനിക്ക് ഇവിടെ ഉണ്ടാവാൻ പറ്റിയത് ഭയങ്കര ഒരു സന്തോഷമായി പോയി. അനിയന്റെ പിറന്നാൾ എല്ലാവിധ ആശംസകളും. അനുഗ്രഹിക്കാൻ 3 പേരുള്ളോ? 3 മൂത്ത ആൾക്കാരല്ലേ അനുഗ്രഹിക്കാൻ? വലിയതവിടെ പട്ടുസാരിക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്. അത് പ്രതിഭേന്റെ വീട്ടിലെ ഹൗസ് വാമിംഗ് ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. എൻ്റെ പിറന്നാള് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലാണ്. അപ്പം എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും എന്നുണ്ടാവും ഞാൻ അനിയത്തിയുടെ, എൻ്റെ കുട്ടിയാണ്. അപ്പൊ നമുക്ക് സദ്യ വിളമ്പാം. അതെ, അത്
ഇഷ്ടമായ ഉണ്ടാത്ത് കിട്ടിയില്ല സാമ്പാർ കിട്ടിയില്ലേ ഓളില്ലാത്ത പറഞ്ഞാളാണ് കഴിച്ചോ അച്ഛമ്മ കരഞ്ഞു തുടങ്ങി ഇവിടെ ഞാൻ ശീലായിക്കോളും ശീലാവ് വിഷമിക്കണ്ട ഇതാണ് നമ്മുടെ പ്രതിവേട്ടൻ എന്റെ വീഡിയോസിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. മിൻചേച്ചിനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? മിൻചേച്ചിയെ അലീസ് വെള്ളിലേക്ക് സ്വാഗതം. പ്രതിവേട്ടന്റെ വീട് പാർക്കലാണ്. കുറെ നാളത്തെ ഒരു സ്വപ്നാണല്ലേ പ്രതിവേട്ടാ? എന്റെ വാക്ക് പറയും. അതെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് പ്രതിവേട്ടന്റെ വീട് കാണാട്ടാ.
പാർക്കലിന്റെ പരിപാടികൾ കഴിഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടാ. നാട്ടുവഴിക്കൂടെ നടന്നതാ അടുത്തല്ലേ നമ്മൾ ചേച്ചി. ഹലോ ഹായ് കോളേജ് വാ. എടത്തിരുത്തിയിലെ കേരളോത്സവത്തിന്റെ സമാപനാണ്. അപ്പൊ ഞങ്ങളുടെ ക്ലബുണ്ട് ഡിങ്ങൻസ്, അതിനാണ് ഇപ്രാവശ്യവും ഫസ്റ്റ് ഹാർട്ടിക്കാണ്. അപ്പോൾ നോക്കിയപ്പോൾ അതിന്റെ സമ്മാനദാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ ഞങ്ങള് കാളിക്കുട്ടി മെമ്മോറിയൽ ഹാളുണ്ട് എടത്തിരുത്തിയിൽ തന്നെയല്ല, അവിടേക്ക് പോട്ടെ. ഞാൻ ഉണ്ണേട്ടാ പഴയകാല ക്യാപ്റ്റന് 1000 ജന്മദിനാശംസ. പ്രസിഡന്റ് പറയാറുണ്ട് 50 വയസ്സാണ് നാളെ. നാളെ അടുത്ത വർഷം അടുത്ത വർഷമാണ്. പ്രായം വെറും നമ്പർ മമ്മൂട്ടിയിലേക്ക് പോലെയാണ്. എന്താ പറയാനുള്ള വ്ളോഗറിന് എന്താ പറയാ, ഇങ്ങനത്തെ പിറന്നാളെന്ന് പറഞ്ഞാൽ വെറുതെ നമ്പറാണ്. അതെ മമ്മൂട്ടി ഇങ്ങനെയൊക്കെയും ചെറിയ പ്രായം കുറിക്കും. നൽകപ്പെട്ടിരിക്കുന്നത് ഡിങ്കൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ചന്ദ്രാപിന്റെ സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ എടത്തിരുത്തി കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഡിങ്ങൻസിനാണ്. അവിടെ നമ്മുടെ പരിപാടിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഓവറോൾ ചാമ്പ്യൻഷിപ്പിന്റെ ട്രോഫി കൊടുത്തു. പിന്നെ കുറേ സമ്മാനദാനങ്ങളുണ്ട്. പിന്നെ വൈകിട്ട് വിളക്ക് വെക്കണേ. അപ്പോൾ അത് കാരണം ഞാനും ഉണ്ണിയാനും കൂടി പോന്നു. ഇപ്പം രാത്രി ആഘോഷമുണ്ട് നമ്മുടെ വോളിബോളിന്റെ ഗ്രൗണ്ടിൽ തെക്കേല്. അവിടെ രാത്രി ആഘോഷമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ രാത്രി ഒരു കേക്ക് മുറി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ അല്ല, വലിയ വീഡിയോ ആണ്. കാരണം പിറന്നാളുണ്ട്, പ്രതിഭയുടെ വീട് പാർക്കലുണ്ട്. ഇന്നലെ തൊട്ടുള്ള വീഡിയോ ആണ്. ഇന്നിപ്പോൾ കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം. അപ്പം എല്ലാം കൂടിയുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.